ഹലോ നമസ്കാരം, ഞാൻ സുജന വിഭീഷാണ്. ഇന്ന് ഭയങ്കര കോമഡി പറയാൻ വേണ്ടി. ഇത് കോമഡി ആണോ അല്ല നമ്മളെ പൊട്ടത്തരാണോ എന്താണെന്നറിയില്ല. ഇന്ന് രാവിലെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 5 കോയിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഒരു പെട്ടിയിലാണ് നമ്മൾ കോയിനെ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു പാവം കോയിയല്ലേ, അപ്പോൾ പെട്ടിയിൽ കുറേ ദിവസമായി, അല്ലാതെ കുറേ നേരം പെട്ടിയിലിരുന്നോണ്ട് കുറച്ച് നേരം കാറ്റ് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറക്കിയപ്പോൾ എല്ലാം നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്ത സമയത്ത് കുറച്ചു നേരം കൊത്തി തിന്നു. നമ്മളപ്പോൾ കൂടൊക്കെ ഒന്ന് റെഡിയാക്കി കൂട്ടിലോട്ട് ആക്കാൻ വേണ്ടി കോയിനെ പിടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആവുന്നില്ല. നമുക്കറിയാമല്ലോ, പരിചയമില്ലാതെ കോയിനെ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടൂല. എന്നിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉള്ള ഒരു 3 പിടിച്ചു. ബാക്കി ഒരു കോയിനെ കാണുന്നുണ്ടായില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ വിറകിൻ്റെ അത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ വേഗം കിട്ടി. ബാക്കി ഒന്നിനെ എങ്ങനെ പരിധിയിലും കാണുന്നില്ല. എങ്ങനെയല്ലോ പരിധിയൊക്കെ എന്നിട്ടും കാണുന്നില്ല. പിന്നെ നമ്മൾ ബാക്കി 4 കൂട്ടിലാക്കി. 4ാമത്തെ കോയിനെ നന്ദു പിടിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ പരതി കണ്ടുപിടിച്ചത് എവിടെയാണെന്നറിയാം. ഇവിടെ നമ്മളെ വീടിൻ്റെ കുറച്ച് പുറകോട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാട്ടാ. പുറകോട്ട് ഈ പെരിച്ചായിയെല്ലാം മണ്ണിങ്ങനെ മതിലിൻ്റെ മേലെ തോണ്ടിയിട്ട് മാളാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കോഴി പോയി കൂടിയിട്ടുള്ളത്. നമ്മൾ ഈ മീൻകൊത്തി പക്ഷിയെല്ലാം നിൽക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര സേഫായി നിൽക്കുന്നുണ്ട്. അതെങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ കല്ലും മുള്ളലുണ്ട്. അപ്പോൾ അതിനെ എടുക്കാനുള്ളൊരു ശ്രമത്തിൽ കുറേ മണ്ണെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെരിച്ചായി നല്ല പണിയെടുത്തിട്ടുണ്ട്. ഒരറയിലേക്ക് പോകാൻ വേണ്ടി നല്ല പണിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇടാം. പക്ഷേ ഇതിനിപ്പോൾ എങ്ങനെയൊന്ന് പിടിക്കുന്നുള്ളതാണ്. പെരിച്ചായിനെ മാളത്തെ കൈയിടണോ വേണ്ടയോ എന്നുള്ളൊരു ഈലാണ് നമ്മളുള്ളത്. അപ്പം നോക്കാട്ടാ, ചൂടിനെല്ലാം എങ്ങനെ പിടിക്കണം എന്ന് വെച്ചിട്ട് അല്ലേ ചൂട്ടാ? അതെ, നമ്മള് കോഴി എവിടെയല്ലേ മാളത്തിൻ്റെ ഉള്ളിലുള്ളതല്ലേ. നമുക്ക് എങ്ങനെ പിടിക്കേണ്ടത് വെയിലാണ്. പക്ഷെ ഈ വെയിലത്ത് കുറെ സമയം അതിൻ്റെ ഉള്ളിൽ നിർത്താനുള്ള ഒരു പ്രയാസം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ പാടേ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. എങ്ങനെ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കും? ഒരു കൈക്കോട്ട് എടുത്ത് വന്നിട്ട് കളക്കുവാണോ വേണ്ടേ, മതിൽ കളച്ചെടുക്കുവാ വേണ്ടത്? ഇപ്പൊ ആവാസുരക്ഷയെല്ലാം വന്നിട്ട് പാമ്പിനെ പിടിക്കുന്ന പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കോയിനെ എടുക്കാനാവോ നോക്കാട്ടെ. കൈയിട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നല്ല സേഫായിട്ട് കോയിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടാ. പാവം എൻ്റെ മോൻ വളരെ കഷ്ടപ്പെട്ട് നമ്മളെ കോഴി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗായ്സ്. അയ്യോ സോറി മോനെ. വാ നമ്മളെ കോയിനെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് എന്നൊന്നും പറയുന്ന ഒരു കാര്യമില്ല. എന്തായാലും നമ്മളെ കോഴി എല്ലാവരും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. കോഴിക്കൂട്ടിലേക്ക് ഇടുന്നുണ്ട് എൻ്റെ മോൻ. അപ്പം 5 ആളും സേഫായിട്ടുണ്ട്. എന്തായാലും പിന്നെ ആരും തന്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളൊരു മണ്ടത്തരം കൊണ്ട് നമ്മൾ ചെയ്തു പോയതാണ്. ഇങ്ങനെ കോയിനെ കൊണ്ടുവന്നവിടെ ആരും പുറത്തിറങ്ങും